ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 8 ഗുണം 2 അല്ലെങ്കിൽ പോട്ടെ 8 ഗുണം 4 പണി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും ഗൈസ്? ഞാൻ ഇന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ കാണിക്കാമെന്ന് പറഞ്ഞാണ് എഴുന്നേറ്റത്. പക്ഷെ ഒന്നും നടന്നില്ല. മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്കൂൾ അടച്ചതിന് ശേഷം ഞാനും പിള്ളേരും എഴുന്നേൽക്കുമ്പോൾ ഏകദേശം 8:30 ഞങ്ങൾ അലാറം വെച്ചിരിക്കുന്നത് 8:30 8:30 എഴുന്നേറ്റിട്ട് 8:45 ആകുമ്പോഴത്തേക്ക് കുറച്ച് നേരം കൂടെ കിടക്കും. ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് തല കറങ്ങും. അപ്പോൾ അങ്ങനെ തല കറങ്ങി ഇയർ ബാലൻസ് പോകും. എനിക്ക് ചാടി എഴുന്നേറ്റ് ഇയർ ബാലൻസ് പോവുക, പണി കിട്ടും. പിന്നെ നമ്മൾ വിചാരിക്കുന്നിടത്തോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു കുറച്ച് സമയം കിടക്കും. ഒന്ന് കണ്ണൊക്കെ ഒന്ന് തിരുമ്മിയൊക്കെ ഒന്ന് കിടന്നിട്ട് ഒരു 8:45 ആകുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കും. ഹസ്ബൻഡിനെ വിളിച്ചുണർത്തിയിട്ട് പിന്നെ കുറച്ച് നേരം വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ അടുക്കളയിൽ വന്ന് ചായയൊക്കെ ഇട്ട് ഒരു 10:30 ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്. 10:30-11 മണിയൊക്കെ ആവും. എന്നിട്ട് അപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് സ്കിൻ കെയർ ചെയ്യും. സ്കിൻ കെയർ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് അടുക്കളയിൽ ഭയങ്കര ചൂടാണ്. ഇവിടെ ഗ്ലാസ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്, നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. അപ്പം സൺസ്ക്രീൻ ഇടും. അപ്പം ഞാൻ ഹൈഫൻ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഇന്ന് അതും ചെയ്തില്ല. അപ്പം ഞാൻ അതിലോട്ടാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇന്ന് ഒരു ഇച്ചിരിയും കൂടെ ലേറ്റായി. കാര്യം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം കെട്ടിയവന് ജോലിയില്ല. അപ്പം ഞാൻ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത്. രാവിലെ വിളിച്ചുണർത്തണ്ടല്ലോ. അപ്പം ഞാൻ അത് ചായയൊക്കെ ഇട്ട് 10:30 ആയപ്പോഴത്തേക്കും, ചായ കൃത്യം സമയമായപ്പോഴത്തേക്കും 10-10:30 ആയപ്പോൾ കുടിച്ച് ചപ്പാത്തിയും കഴിച്ചു. പക്ഷേ എനിക്ക് ഇലക്ട്രിസിറ്റി 8-ന്റെ ഇല്ല, 10-ന്റെ ഇല്ല, 16-ന്റെ ഇല്ല, 32-ന്റെ പണി തന്നു. ഞാൻ ഇന്ന് മീനില്ല കേട്ടോ. അപ്പം കുറച്ച് ദിവസമായിട്ട് മീനില്ല. അപ്പം ഞങ്ങൾക്ക് ഇവിടെ മീൻ നിർബന്ധമില്ല. അഥവാ ഉണ്ടെങ്കിലും വറുത്ത് കഴിക്കാനാണ് ഇഷ്ടം. കറി അത്ര നമുക്ക് വേണ്ട. എൻ്റെ ഇക്ക ഉള്ള സമയത്ത് മീൻ ഭയങ്കര നിർബന്ധമാണ്. അപ്പം എഴുന്നേറ്റ് വന്നിട്ട് ഇന്ന് കുറേ ദിവസമായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു. മത്തങ്ങ കിടപ്പുണ്ട്. മറ്റേ പീണിക്കയില്ലേ മത്തങ്ങ, നമ്മൾ തിരുവനന്തപുരംകാർ പീണിക്കാന്ന് പറയും കേട്ടോ. അപ്പം അത് കിടപ്പുണ്ട്. അപ്പം അത് എരിശ്ശേരി വെക്കണം. പയറിട്ട്, ചെറുപയറ വൻപയറ രണ്ടും ഇട്ട് വെക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടെങ്കിൽ ഒരു സദ്യ കഴിച്ച ഫീലാണ്. പിന്നെ വേറെ കറിയൊന്നും വേണ്ട, ഒരു അച്ചാർ മാത്രം മതി. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ 2 സംഭവം ഉണ്ട്. പക്ഷെ തേങ്ങ ലീലാമ്മയുടെ കട തേങ്ങയില്ലായിരുന്നു. അപ്പം 3 ദിവസമായിട്ട് അത് നടക്കുന്നില്ല. ഇന്ന് എല്ലാം ഉണ്ട്, തേങ്ങയും മാങ്ങയും എല്ലാം ഉണ്ട്. പക്ഷെ കറണ്ട് പോയി. ഞാനിങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്, കറണ്ട് ഇല്ലാതെ ഇന്നത്തെ ദിവസം എങ്ങനെ ഞാൻ കുക്കിംഗ് ചെയ്യും? കറണ്ടില്ല, ഒരു ചമ്മന്തി പോലും അരയ്ക്കാൻ പറ്റൂല. അപ്പം എങ്ങനെ ആലോചിക്കണം? എന്തായാലും കറണ്ടില്ലാതെ ഒരു ദിവസം നമ്മൾ അതിജീവിക്കണ്ടേ? പണ്ട് കറണ്ടില്ലാതെ നമ്മൾ ജീവിച്ചിരുന്നല്ലോ. അപ്പം ഇന്ന് കറണ്ടില്ലാത്ത എൻ്റെ കുക്കിംഗ് ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ബാക്കി വഴിയെ കാണാം. 2 ദിവസം എൻ്റെ വീട്ടിൽ പോയി ഉമ്മാടുത്ത് നിന്നിട്ട് വന്നതിന് ശേഷം അവനാണെങ്കിൽ ഭയങ്കര ചിണുങ്ങക്കുമാണ് കേട്ടോ. അവന് ഉമ്മച്ചിമാരെടുത്ത് പോകണം, അവിടെ നിന്നാൽ മതി, അവിടെ സൈക്കിളെ ഓട്ടാൻ പറ്റും, ഇവിടെ സൈക്കിളെ ഓട്ടാൻ പറ്റൂല, വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റൂല, എനിക്കിവിടെ നിൽക്കണ്ടെന്നും പറഞ്ഞ് കുറേ നേരമായിട്ട് ചിണുങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കെട്ടിപ്പിടിച്ച് വെച്ച് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് വൈകുന്നേരം കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരുവിധം സമാധാനിപ്പിച്ച് നിർത്തി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ചോറ് വയ്ക്കാൻ പോവുകയാണ്. അപ്പം റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത്. അപ്പം അവിടെ അരിയൊക്കെ കഴുകി കലത്തിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് അടുപ്പത്ത് വെച്ചു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എന്നെ 4 ദിവസമായിട്ട് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മത്തങ്ങ കുട്ടനിങ്ങെടുത്തു. പീണിക്ക. അപ്പോൾ അതിനടുത്ത് ഞാൻ നിന്നെ കഷ്ണിച്ച് മുറിച്ച് കഷ്ണാക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഗൈസ്. അപ്പോൾ റൈസ് കുക്കറിൽ ഇതാ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സോയ ചങ്ക്സ് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. മീനില്ലല്ലോ, അപ്പോൾ മീനില്ലാത്തതുകൊണ്ട് കുട്ടികളെ പറ്റിക്കാം. പിന്നെ അത് എരിശ്ശേരിക്കുള്ള സാധനങ്ങൾ, ഇത് മത്തങ്ങയും പയറും വേവിച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങയും തിരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് കറണ്ടില്ലാതെ എങ്ങനെ ഞാൻ എരിശ്ശേരി വെക്കും? അതാദ്യം നമ്മുടെ ഈ മത്തങ്ങയും പയറും കൂടെ നല്ല രീതിക്ക് ഉടയ്ക്കണം. ഞാൻ ക്യാമറ ഇവിടെയാണ് ഇരിക്കണം, ഞാൻ അങ്ങോട്ട് നോക്കി ഇവിടെ വന്നിരുന്നു ബാ. അപ്പം ഇത് നല്ല രീതിക്ക് ഉടയ്ക്കണം. ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് വെച്ചാൽ മത്തങ്ങ, ചെറുപയർ, വൻപയറില്ല. എനിക്ക് വൻപയറിൽ വെച്ചാൽ കൂടുതൽ ടേസ്റ്റാണ്. അത് സദ്യക്കൊക്കെ ഇണക്കണം. നമ്മളെ വീട്ടിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ചെറുപയർ, മത്തങ്ങ, 2 പച്ചമുളക്, മഞ്ഞപ്പൊടി, ഇതാണ് ഇത്രയും ചേർത്ത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതാ നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ്, എനിക്ക് മറ്റേ ചതയ്ക്കുന്ന സാധനം ഇല്ല, കറണ്ടും ഇല്ല ഇവിടെ. അപ്പോൾ ഇതിൻ്റെ അരപ്പ് ഞാൻ എങ്ങനെ റെഡിയാക്കും? അപ്പോൾ കറണ്ടൊന്നും ഇല്ലാത്ത കാലത്തും പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമുക്ക് ഈ കറിയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു, ഹെൽത്തി ആയിട്ടുള്ള കറികൾ. അപ്പം അവരെങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകുക? അപ്പം എനിക്കുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ എനിക്ക് വേറെ ഒരു എക്യുപ്മെന്റ്സ്, ഒരു സാധനങ്ങളും ഇല്ല ഇത് വെക്കാൻ. ആകെപ്പാടെ ഉള്ളത് ചപ്പാത്തിക്കുഴൽ മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യണം, ഇതിൻ്റെ അരപ്പ് എങ്ങനെ തയ്യാറാക്കണമെന്ന് കാണിച്ചു തരാം. ഈ ഒരു കപ്പ് ഒരു നല്ല കട്ടിയുള്ള കപ്പാണ്. ഇത് ഞാൻ ആറ്റിങ്ങൽ ബഡാ ബസാറിൽ നിന്ന് വാങ്ങിയതാണ്. എല്ലായിടത്തും കിട്ടും അല്ലല്ലേ, ഇത് അണ്ണാച്ചിക്കടയിൽ നിന്ന് വാങ്ങിയതാണ്, ചിറയെങ്കിലും, സോറി. അപ്പോൾ ഈ ചപ്പാത്തി കൊള്ളുവാണ് എൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ. അപ്പം ഞാൻ ഇതിനകത്തോട്ട്
കുറച്ച് തേങ്ങ ഇങ്ങനെ ഇടും. അപ്പം ഇതിൻ്റെ അരപ്പിന് ആവശ്യമായ തേങ്ങ ഇങ്ങനെ ഇട്ടിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഇട്ടിട്ട് ഓൾറെഡി ഞാൻ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ളതുകൊണ്ട് മഞ്ഞപ്പൊടി ഇടുന്നില്ല, പകരമല്ല ജീരകം ഇതിൽ നമ്മൾ ചേർക്കണം. അപ്പം ജീരകം, അപ്പം ഇതിൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങളാണ് മഞ്ഞപ്പൊടി, ജീരകം, വെളുത്തുള്ളി. അപ്പം മഞ്ഞപ്പൊടി ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തത് കൊണ്ട് ഇതിനകത്തോട്ട് ഞാൻ മഞ്ഞപ്പൊടി ഇടുന്നില്ല, ഇതിൽ മഞ്ഞയുണ്ട്. എന്നിട്ട് ഈ ചപ്പാത്തി കൊള്ളെടുത്തിട്ട് നല്ല രീതിക്ക് ഇതിങ്ങനെ ചതച്ചു കൊടുക്കണം. ഇങ്ങനെ ചതച്ച് നമ്മളെ കൊണ്ട് എത്ര നല്ല രീതിക്ക് ചതയ്ക്കാൻ പറ്റുന്നു അത്രയും നല്ല രീതിയിൽ ചതച്ചു കൊടുക്കണം. വെള്ളം വേണ്ട, വെള്ളം ഇല്ലാതെ തന്നെ ചതഞ്ഞ് കിട്ടും. നല്ല രീതിക്ക് ഇങ്ങനെ ചതച്ചു കൊടുക്കണം. എനിക്ക് മറ്റേ ചതയ്ക്കുന്ന സാധനം ഞാൻ ഇക്കാരെ പറഞ്ഞതാണ് ഒരെണ്ണം വാങ്ങിത്തരാം, പക്ഷെ ഇക്കാർക്ക് മറന്നുപോയി. അപ്പം ഞാൻ അതൊരെണ്ണം വാങ്ങിക്കും. അപ്പം തൽക്കാലം വല്ലവന് പുല്ലും ആയതെന്ന് പറയുമ്പോൾ എനിക്ക് വല്ലതും ആയത്. എന്തായാലും പിള്ളേരെ പട്ടണിക്കിടാൻ പറ്റില്ലല്ലോ, കറി വെച്ച് കൊടുക്കണ്ടേ മക്കളെ, അത് വേവും. അപ്പം ഇതിങ്ങനെ ഇത്ത വിളിക്കണം. ഇല്ല, അവൻ ഇവിടെ ഇരുന്നപ്പോൾ പാത്തൂട്ടി വിളിച്ചുകൊണ്ട് പോയി. അപ്പം നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ ചതയ്ക്കാം. ഇങ്ങനെ ചതച്ച് നമ്മൾ ഈ ആട്ടുകളിലൊക്കെ ആട്ടും പോലെ ഇങ്ങനെ നല്ല വൃത്തിക്ക് ചതച്ച് ഇങ്ങനെ നല്ല രീതിക്ക് ചതച്ചു കൊടുക്കുക. ഇടയ്ക്ക് നമുക്കിത് സ്പൂണിട്ട് ഇളക്കാം. സ്പൂണിട്ട് ഇതിൻ്റെ 4 ചുറ്റും ഇളക്കണമല്ലോ. അപ്പം എനിക്ക് സ്പൂണ് അതിനേക്കാളും നല്ലതായിട്ട് തോന്നിയത് ഫോർക്കാണേ. അപ്പം ഞാൻ ഒരു ഫോർക്ക് എടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്തു. ഇളക്കി നമ്മളെ സർവ്വശക്തി എടുത്ത് നമ്മൾ ചതയ്ക്കണം. വെളുത്തുള്ളിയൊക്കെ ഓൾമോസ്റ്റ് ചതഞ്ഞിട്ടുണ്ട്, പിന്നെ അപ്പം എല്ലാം ചതഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അരപ്പ് ഏകദേശമൊക്കെ ആയി വരുന്നു. നല്ല വൃത്തിയായിട്ട് ചതച്ച്. അപ്പം നമുക്ക് കറണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആരും നമുക്ക് ഒരു മാർഗവും ഇല്ല എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ വിചാരിച്ച എല്ലാം നടക്കും. എന്നാലും ഈ കറണ്ട് തന്നെ ഇങ്ങനെ ചതക്കും ഞാൻ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറിയുടെ അരപ്പ് ഇതാ റെഡി. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലോട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്താൽ നമ്മൾ എരിശ്ശേരി റെഡിയായി. അപ്പം ഇത്രയൊക്കെ ചതഞ്ഞാൽ മതി കേട്ടോ. നല്ല രീതിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ചതഞ്ഞിട്ടുണ്ട്. കറണ്ട് വന്നാ എപ്പോ? എടാ ഇപ്പോഴാണ് അവന്താ പറയണത്. അല്ലെങ്കിലും ഇലക്ട്രിസിറ്റിക്കാരൻ അങ്ങനെയാണ് ഗൈസ്. എന്നിട്ട് ഫാനിന്റെ ഒച്ചയൊന്നും കേട്ടില്ലല്ലേ? ഇനിയിപ്പോ പോട്ടെ. എന്തായാലും ഇന്നത്തെ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഭയങ്കര ചീത്തായി പോയി. എന്തായാലും ഇത് ഞാൻ മിക്സിയിലൊന്നും അടിക്കുന്നില്ല. ഇനി ഇതിൽ തന്നെ നമുക്ക് ഇത് മിക്സിയിൽ അടിച്ച ടേസ്റ്റ് പോകും. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ കറി വയ്ക്കും. ഓക്കെ, അപ്പോൾ ഞാനത് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, മിക്സിയിലിട്ട് അടിക്കുകയൊന്നും ചെയ്തില്ല. അതുപോലെ ആ അരപ്പ് ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ കറി ഇതിൽ ബാക്കിയിരിക്കുന്നതെല്ലാം കൂടെ ഇടണം. ഞാൻ മിക്സിയിലൊന്നും ചെയ്യുന്നില്ല. എന്തായാലും ഈ ടേസ്റ്റോട് കൂടി തന്നെ, എന്തായാലും കറണ്ട് എനിക്ക് എന്നെ പരീക്ഷിച്ചല്ലേ, അപ്പം ഞാൻ ഈ ടേസ്റ്റോടെ തന്നെ എരിശ്ശേരി വെക്കാൻ പോകണം. കുറച്ച് ചതഞ്ഞിരുന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം എൻ്റെ കറി അടുപ്പിലിരുന്ന് റെഡിയാകുന്നുണ്ട്. അപ്പം പാത്തൂട്ടി പറഞ്ഞു, മച്ചി പണ്ട് ഇതുപോലെ മിക്സി, അതായത് കറണ്ട് ഇല്ലായിരിക്കുന്ന സമയത്ത് ഒരു ഇടിച്ചമ്മന്തി ഉണ്ടാക്കി തരുമല്ലോ, അപ്പം ഇന്ന് അതും കൂടെ ഒന്ന് ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ ഇടിച്ചമ്മന്തിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. അതും ആ കപ്പിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും KSRTC എന്നെ പരീക്ഷിച്ചേല്. അപ്പൊ അവരുടെ അഹങ്കാരത്തിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ ഈ പാത്രം ഒന്ന് സിങ്കിൽ ഇട്ടിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൊണ്ട് അപ്പൊ ഇടിച്ചമ്മന്തിക്ക് വേണ്ടി ഞാനിതിൽ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തേങ്ങ, ചെറിയ ഉള്ളി, ഒരു 4 ചെറിയ ഉള്ളി, പുളി, ഉപ്പ്, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല വൃത്തിയായിട്ട് ചതച്ചെടുക്കുക. ചമ്മന്തി റെഡി. അപ്പൊ ഇതും നമ്മൾ നല്ല ശക്തമായിട്ട് പറഞ്ഞ് ചതയ്ക്കണം. ചതച്ച് നമ്മളെ പാത്തൂസ് പറയുന്ന പോലെ ചതച്ച്. ഹായ്, നല്ല രസം കേട്ടോ ഇങ്ങനെ ഇരിക്കാൻ. ഹായ്, എൻ്റെ കറി ഇന്ന് ചതച്ചെടുത്ത അരപ്പായതുകൊണ്ട് കൈപ്പുണ്യത്തിൻ്റെ ഒരു മണം തന്നെ അടിക്കുന്നുണ്ട്. ഇനി അത് താളിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ ഇടിച്ചമ്മന്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ് ഞാൻ ആട്ടുകല്ലാണെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ചോറ് ഊറ്റാൻ വെച്ചിട്ടുണ്ട് ഞാൻ. എന്താണ്ട് റൈസ് കുക്കറിലായതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ഊറ്റാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ആ അരപ്പ് മിക്സിയിലൊന്നും ഇട്ട് അടിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ എരിശ്ശേരി ഇവിടെ റെഡിയായി. നോക്കൂ. പിന്നെ കുഞ്ഞു പറക്കി തിന്നുന്നുണ്ട്. സോയാ ചങ്ക്സ് വറുത്തത് കുഞ്ഞു ഇവിടെ നിന്ന് പറക്കി തിന്നുന്നുണ്ട്. അവൻ ബീഫ് എന്ന് പറഞ്ഞാണ് തിന്നുന്നത്. പിന്നെ നമ്മുടെ ഇടിച്ചമ്മന്തി റെഡി. എൻ്റെ കുക്കിംഗ് പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കറണ്ട് ഇല്ലാതെ ഒരു ദിവസം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. കറണ്ട് വന്നിട്ടും ഞാൻ കറണ്ട് ഇല്ലാത്ത പോലെ തന്നെയാണ് കുക്ക് ചെയ്തത്. നമുക്ക് ചോറ് വയ്ക്കാൻ, കഞ്ഞി വയ്ക്കാൻ നമുക്ക് കറണ്ടിൻ്റെ ആവശ്യമില്ല.
അപ്പൊ എല്ലാ ജോലിയും ഒതുങ്ങി കഴിയുമ്പോൾ എന്താ എനിക്ക് കുളിക്കണം. ഞാൻ കുളിച്ചിട്ട് അടുക്കള കയറാറില്ല. കാരണം കുളിച്ചിട്ട് അടുക്കള കയറി കഴിഞ്ഞാൽ വീണ്ടും വീർത്ത് മുഷിഞ്ഞ് ഉള്ളി മണം മഞ്ഞപ്പൊടിയുടെ മണം ഇതെല്ലാം ആയിട്ട് നിൽക്കേണ്ടി വരും. അതുപോലെ എൻ്റെ അടുക്കളയിലാണെങ്കിൽ മുടിഞ്ഞ ചൂടാണ്. അപ്പം വീർത്ത് കുളിക്കും. അപ്പൊ എനിക്ക് ജോലി ഒതുങ്ങി കഴിഞ്ഞാൽ അപ്പൊ കുളിക്കണം. കുളിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കും. പിന്നെ മേക്കപ്പ് ഇട്ട് അടുക്കളയിൽ നിൽക്കാൻ കിച്ചണിൽ ഫാൻ ഇട്ട ഗ്യാസ് കാറ്റുണ്ടോ കൂടാ. അപ്പൊ ഗൈസ് കുഞ്ഞിന് വിശക്കുന്നെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കുളിച്ചിട്ട് കുഞ്ഞിന് ചോറ് കൊടുക്കാം. അവൻ കഴിച്ച് കുറെ കഴിഞ്ഞിട്ടേ കുളിക്കുന്നുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് അവന് ചോറ് കൊടുക്കണം. പിന്നെ മേക്കപ്പ് ഇട്ടിട്ട് അടുക്കളയിൽ നിൽക്കാൻ ഞാൻ സീരിയൽ നടിയല്ല. പിന്നെ സാരി ഉടുത്ത് മേക്കപ്പ് ഇട്ട് മീൻകറി വയ്ക്കാൻ ഇത് പേളിമാണി യൂട്യൂബ് ചാനലും അല്ല, ഇത് പാവപ്പെട്ട റസീന നൗഷാദിന്റെ യൂട്യൂബ് ചാനലാണ്. എടാ കട്ട് തിന്നെ അത് പോടാ. ഇവൻ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ സോയയുടെ കാര്യത്തിന് തീരുമാനം. പൂച്ച കട്ട് തിന്നില്ല, അതുപോലെ അവൻ കംപ്ലീറ്റ് കട്ട് തിന്നു വെച്ചേക്കും. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി മാമുണ്ട് എന്റെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യും ഗൈസ്. അപ്പൊ ഒരു ദിവസം കറണ്ട് ഇല്ലാതെ ആരും വിഷമിക്കരുത്. ഇതൊക്കെ നോക്കി വെച്ചോ, നിങ്ങൾക്ക് ഉപകരിക്കും ഗൈസ്. അപ്പൊ കുളിച്ച് കുട്ടപ്പിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അല്ല കുട്ടപ്പൻ ആണ്, കുട്ടപ്പി പെണ്ണ്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. അപ്പം മറ്റേ കരിക്കിൽ ജോർജ് ചോദിക്കും പോലെ വോക്കോനെ കുട്ടപ്പൻ എന്ന് പറയും പോലെ വോക്കോനെ കുട്ടപ്പി എന്നൊന്നും ചോദിക്കരുത് നിങ്ങൾ ഗൈസ്. അപ്പം ഇത് കൈയൊക്കെ ഇതാ മൊത്തം തുണി ഇടയ്ക്ക് മരവിച്ച് കോച്ചി പിടിച്ചിരിക്കുകയാണ്. അപ്പം വിശന്നിട്ട് ആമാശയം തിത്തയെ തകതയെ വിളിക്കുന്നു. അപ്പം ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചങ്ങ് ചോറ് കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പം ഇനി ചോറ് കഴിക്കുമ്പോൾ കാണാം. ഓക്കേ. അപ്പൊ കുട്ടികളെ ആരും വിശന്നിരിക്കരുത്, എല്ലാരും പോയി വയറ് നിറച്ചിടാം. വയറ് നിറച്ചിടാ. ഇതുപോലെ നമ്മൾ കഷ്ടപ്പെടുന്നത് ഫുഡ് കഴിയാണ്. അപ്പൊ ഇതുപോലെ നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോ പാത്തുട്ടി കൂടെ വന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. കറികളൊക്കെ എങ്ങനെയുണ്ട്? മിക്സിയിൽ അരക്കാത്തോണ്ട് എല്ലാവരും അസാധ്യ ടേസ്റ്റ്. ചമ്മന്തി മാത്രം മതിയില്ലേ ചോറ് കഴിക്കാം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക, അടിച്ചു പൊളിക്കുക, പൊളിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടിന്റെ വാക്കുകൾ കടമെടുത്തതാണ്. അപ്പൊ ഗൈസ് ഇനി വേറൊരു ലൈഫ് സ്റ്റൈൽ വ്ലോഗുമായിട്ട് കാണാം. ബൈ ബൈ, സീ യു.